അധ്യായം 8 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ കൈ ഉയർത്തിയയുടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി. തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേല്യരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേല്യർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെ ആൾ വരെ വാളിനിരയായി. പിന്നീട് ഇസ്രായേല്യർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു. ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അതങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി. അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിൻ്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗെരിസിം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അന്യഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല. കർത്താവിൻ്റെ വചനം.